കാണിക്കല്ലേ. ഈ 120 ഡിഗ്രി പനി എന്നൊക്കെ ആദ്യമായിട്ട് കേൾക്കുക. ഇനി ചാക്കോ ചക്കുതാണോ? പനി പനി മിണ്ടാതെ കിടന്നോ, ഇല്ലെങ്കിൽ അവർ നിന്റെ തലയും കൊണ്ട് പോകും. ഞങ്ങളുടെ പ്രാർത്ഥിക്കാനൊന്നും നേരമില്ല. നിങ്ങളോട് സംസാരിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കിടക്കുന്ന കിടപ്പ് കണ്ടോ? ആരാ? ഈ പനിയൊന്നും സാരില്ലളിയാ. നല്ല റമ്മിൽ കുരുമുളക് ഇട്ട് 2 അടിച്ചാ മതി. എടാ അപ്പി ജീപ്പിനാ കുപ്പിയും എടുക്ക്. അതൊന്നും വേണ്ട. മദ്യം കഴിക്കരുതെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിരിക്കുന്നതാ. ചുംബൻ എന്ത് പറയുന്നു? എന്നോട് കഴിച്ചോളാം ഡോക്ടർ പറഞ്ഞു. എന്റെ കാര്യല്ലടോ, താൻ കഴിക്കണോ? കൈ എന്ത് മേലുവേദനയുണ്ടോ? അല്ല, ഇക്ലിയാവും. അങ്ങനെ അയ്യോ, 120 ഡിഗ്രിക്കാരൻ, അത് ടൈഫോയിഡ് പിടിച്ചവനെ ഇക്ലിയാക്കരുത്. ഹാർട്ട് അറ്റാക്ക് വരെ ഒരറ്റാക്കും വരില്ല. ഇയാൾ ഇമ്മ വരട്ടാതെ. അയ്യോ, പൊളിഞ്ഞ് ഇറ്റലി പോയി. ഇപ്പൊ മനസ്സിലായി, ഇത് അറ്റാക്ക് അല്ല, അറ്റാച്ച്മെന്റ് ആണെന്ന്. അയ്യനതങ്ങ് നേരത്തെ പറഞ്ഞ പോരായിരുന്നു? ഒരു പെണ്ണിനെയും തപ്പിയെടുത്ത് കമ്പിളിപ്പതപ്പിനകത്ത് ചുരുണ്ടുകൂടുന്നത് കൊടൈക്കനാലിലൊരു സുഖം തന്നെയാണ്. ആട്ടെ, ഏതായി പീസ്? കെട്ടാൻ പോകുന്ന പെണ്ണ? അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നുണ്ട്. കൺഗ്രാജുലേഷൻസ്. ആയിക്കോട്ടെ. അന്നയും ചാൾസിനെയും തപ്പിത്തരാന്നും പറഞ്ഞ് ഞങ്ങളടുത്ത് അഡ്വാൻസും വാങ്ങിച്ച് ഇവിടെ കമ്പിളിക്കടിയും മുങ്ങി തപ്പിക്കൊണ്ടിരിക്കുന്നത് വെറുകേടാണ്. ആ, ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഞങ്ങൾ ഇന്നലെ അവന്മാരുടെ വീട് തപ്പിയെടുത്തു. ബോബിക്കാനെ കരികില്ല, പക്ഷെ അവന്മാരവിടെ ഇല്ലായിരുന്നു. ഇന്ന് രാത്രി ഉറക്കം വിളിച്ചിട്ടാണെങ്കിലും അവരെ പൊക്കും. എന്താ, നിങ്ങളും വരുന്നോ? ഇല്ല, ഇവിടെ ഒന്ന് വീട്ടിൽ കൊണ്ടാക്കിയിട്ട് നാളെ ഞങ്ങൾ കൂടിക്കോളാം. ഞങ്ങൾ വരേണ്ട കാര്യമൊന്നുമില്ല, ഇവിടെ ഇരുന്നാ മതി. സംഗതി നടത്തി തരാം. പക്ഷെ കാശിന്റെ കാര്യം ഓക്കെ ആണല്ലോ? അതിനെന്താ എത്ര സംശയം? നിറയുടെ മാർക്ക് ഒറ്റ അച്ഛനേ ഉള്ളൂ. അതേ പാടുള്ളൂ. ഒരുപാട് അച്ഛന്മാരായാലും സെമിനാരി സെമിനാരിയില്ലേ മഠത്തില് ആൻസി മാതാവ് ഭയങ്കര കള്ളിയാ. മഠത്തില് 12-ാം നമ്പർ മുറിയിൽ അന്നയുണ്ട്. നിങ്ങൾ പറയുന്ന സത്യമാണ്? ഈ ശോഭരാജനെ കുറിച്ച് എന്ത് വിചാരിച്ചു? ശോഭരാജ് ഭയങ്കര കള്ളനാ. പക്ഷെ ചാൾസ് അവനോട് പറഞ്ഞു ചാൾസാണ് ഭയങ്കര പ്രശ്നക്കാരൻ. ആണോ? അന്നയെ കിട്ടിയാ പിന്നെ അവന്മാരെ ഞങ്ങൾക്ക് വേണ്ടാന്ന്. എന്താ ഇത്? എടോ ശുംഭ, താൻ എന്റെ ദൈവമല്ലേ. ഇനി സമയം കളയണ്ട, വേഗം പോകാം. ബോസിന്റെ കയ്യിൽ എന്നെ ഏൽപ്പിച്ചാൽ നിങ്ങളുടെ പണം ഉറപ്പ്. കമോൺ, ഫോളോ മീ. ചുമ്പാ പോയോ? പോയി. എടോ, താൻ എന്ത് പണിയെ കാണിച്ച്? എങ്ങനുണ്ട്? എടോ, അവര് ചെന്ന കന്യാസ്വാമിനെ പൊക്കൂലേ? പൊക്കിക്കൊണ്ട് പോട്ടേന്ന്. തൽക്കാലം നമ്മുടെ തലേന്ന് ഒഴിഞ്ഞല്ലോ. ഇത്രയും മണ്ടന്മാരായ ഗുണ്ടകളെ ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. യുവന്മാരെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടാ ബോസിനെ യാത്രയാക്കാൻ വരുന്നില്ലേ? പിന്നെ ഞാൻ പറഞ്ഞു 12-ാം നമ്പർ റൂമിൽ അന്നയാണെന്ന് നമ്മൾ എങ്ങനെ തിരിച്ചറിയും ബോസ്? ബോസ് അന്ന് അവളുടെ ഫോട്ടോ തന്നതാ, അത് മിസ്സാവുകയും ചെയ്തു. അവളുടെ മുഖത്ത് ഓർമ്മ വരുന്നതേ ഇല്ലല്ലോ. ലീഡറാക്കാൻ പറ്റിയ ആള് തന്നെ. കുഴപ്പമില്ലെന്ന് ചുംബം പറഞ്ഞില്ലേ 12-ാം നമ്പർ റൂമിൽ അന്നയുണ്ടെന്ന്. മഠത്തിൽ ആരോടെങ്കിലും ചോദിച്ച് ഉറപ്പ് വരുത്തിയതിനു ശേഷം നമുക്ക് അവളെ പൊക്കാം. അതേന്നെ, വെറുതെ സംശയം ചോദിച്ച് മനുഷ്യൻ ടെൻഷൻ എടുപ്പിക്കാതെ. അളിയോ, പറഞ്ഞ സത്യം തന്നെയല്ലേ? ആളെ സത്യമേ പറയൂ, പ്രത്യേകിച്ച് മണ്ടന്മാരോട്. ധൈര്യമായിട്ട് പൊക്കോളൂ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കാണാം. ജയ് ജിഞ്ചോ. ഓപ്പറേഷനോ? ആർക്കാസവും ആശുപത്രി പോകണോ? ആണോ? അന്ന കിഡ്നാപ്പിംഗ് ഓപ്പറേഷൻ. പുരിഞ്ചിതാ.